പണ്ട് പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് കർമാബായി എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള അവളുടെ ഭക്തി അഗാധവും നിർമ്മലവുമായിരുന്നു. കർമാബായിയുടെ കുടിലിൽ ബാലകൃഷ്ണന്റെ മനോഹരമായ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ കർമാബായി തന്റെ പ്രിയപ്പെട്ട കൃഷ്ണന് പഴങ്ങൾ സമർപ്പിച്ച് ഭക്തിയോടെ പ്രാർത്ഥിച്ചിരുന്നു. ഒരു ദിവസം ആ മാതാവിന്റെ കൈവശം പഴങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാനായി എന്താണ് നൽകേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ അവളുടെ മനസ്സിലൊരു പുതിയ വിഭവം ഉദിച്ചു. വടക്കേ ഇന്ത്യൻ രീതിയിലുള്ള ഒരു കിച്ചടി, അരിയും പയറും ഇട്ടുണ്ടാക്കുന്ന ഒരു വിഭവം. തന്റെ എല്ലാ സ്നേഹവും വാത്സല്യവും ചേർത്ത് അവൾ ആ കിച്ചടി പാകം ചെയ്തു. എന്നിട്ട് അത് ബാലകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഭക്തിയോടെ സമർപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, നിമിഷങ്ങൾക്കകം ബാലകൃഷ്ണന്റെ രൂപത്തിലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മാതാവേ, അങ്ങ് എന്നും എനിക്ക് പഴങ്ങളായിരുന്നല്ലോ നൽകാറ്, ഇന്ന് എന്താണ് ഒരു പ്രത്യേക വിഭവം? ഭഗവാൻ പുഞ്ചിരിയോടെ ചോദിച്ചു. തന്റെ മുന്നിൽ സാക്ഷാൽ ബാലകൃഷ്ണനെ കണ്ട കർമാബായി അത്ഭുതപ്പെട്ടു. ഭഗവാനെ, എന്റെ ഈ കൊച്ചു കുടിലിൽ അങ്ങ് വന്നുവോ? അപ്പോൾ ഞാൻ ദിവസവും അങ്ങേക്ക് തരുന്ന പഴങ്ങൾ അങ്ങ് കാണാറുണ്ടായിരുന്നു. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കർമാബായി ഭഗവാന്റെ കാൽക്കൽ വീണു. കർമാബായിയുടെ സ്നേഹത്തിന് വേണ്ടി ബാലകൃഷ്ണൻ അവൾ ഉണ്ടാക്കിയ കിച്ചടി സന്തോഷത്തോടെ കഴിച്ചു. ഈ കിച്ചടി പഴങ്ങളേക്കാൾ രുചിയുണ്ട്, ഇനി എന്നും രാവിലെ ഇത് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് കൃഷ്ണൻ പറഞ്ഞു. അന്നു മുതൽ കർമാബായി എല്ലാ ദിവസവും രാവിലെ ഭഗവാനായി കിച്ചടി ഉണ്ടാക്കി കൊടുക്കുന്നതും കൃഷ്ണൻ അത് എന്നും വന്ന് കഴിക്കുന്നതും അവളുടെ ജീവിതചര്യയായി മാറി. അങ്ങനെ ഒരു സന്യാസി കർമാബായിയുടെ വീട്ടിൽ അതിഥിയായി എത്തി. പിറ്റേന്ന് രാവിലെ കർമാബായി സ്നാനം ചെയ്യാതെയും ആചാരങ്ങൾ പാലിക്കാതെയും നേരെ അടുക്കളയിലേക്ക് പോകുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. വിശന്നു വരുന്ന ഭഗവാനായി വേഗം ഭക്ഷണം നൽകണം എന്നതായിരുന്നു കർമാബായിയുടെ മറുപടി. എന്നാൽ ആചാരങ്ങൾ പാലിച്ച് സ്നാനം ചെയ്ത് ശുദ്ധിയായ ശേഷം മാത്രമേ നിവേദ്യം ഉണ്ടാക്കാവൂ എന്ന് സന്യാസി നിർബന്ധിച്ചു. സന്യാസി പറഞ്ഞതുപോലെ അടുത്ത ദിവസം കർമാബായി ആചാരങ്ങൾ പാലിച്ചപ്പോൾ കിച്ചടി ഉണ്ടാക്കാൻ താമസിച്ചു പോയി. കൃഷ്ണൻ അക്ഷമനായി എത്തി കിച്ചടി വേഗം ആവശ്യപ്പെട്ടു. ആചാരങ്ങൾ പാലിച്ചത് കാരണം അന്നത്തെ കിച്ചടിക്ക് പഴയ സ്നേഹത്തിന്റെയും ഭാവത്തിന്റെയും രുചി കൃഷ്ണന് ലഭിച്ചിരുന്നില്ല. തുടർന്ന് കൃഷ്ണൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ മുഖത്ത് കിച്ചടിയുടെ അംശം പറ്റിപ്പിടിച്ചിരിക്കുന്നത് പൂജാരി കണ്ടു. പൂജാരി അത്ഭുതപ്പെട്ട് ആ വിഗ്രഹത്തോട് തന്നെ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പൂജാരിയുടെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, ഞാൻ ദിവസവും കർമാബായിയുടെ വീട്ടിൽ നിന്നാണ് കിച്ചടി കഴിച്ചു വരാറ്. പക്ഷേ ഇന്ന് കിച്ചടിക്ക് പഴയ രുചിയില്ലായിരുന്നു. എന്റെ മാതാവിനെ ഒരു സന്യാസി പുതിയ നിയമങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. നടന്നതെല്ലാം ഭഗവാൻ പൂജാരിയോട് പറഞ്ഞു. പിറ്റേന്ന് പൂജാരി ആ സന്യാസിയെ അന്വേഷിച്ചിറങ്ങി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭു, ഭഗവാൻ വിശക്കുന്നത് ആഹാരത്തിനല്ല, നിഷ്കളങ്കമായ സ്നേഹത്തിനാണ്. നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നല്ലതാണ്, പക്ഷേ ഭഗവാന് ഏറ്റവും വലുത് ഭക്തന്റെ നിഷ്കളങ്കമായ സ്നേഹത്തോടെയുള്ള ഭക്തിയാണ്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ സന്യാസി കർമാബായിയോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ കർമാബായി പഴയതുപോലെ സ്നേഹത്തോടെ ആദ്യം കിച്ചടി ഉണ്ടാക്കുന്ന പതിവ് തുടർന്നു. ഭഗവാൻ എന്നും സന്തോഷത്തോടെ വന്നത് കഴിക്കുകയും ചെയ്തു. കാലം കടന്നുപോയി. ഒരു ദിവസം കർമാബായി ഈ ലോകം വിട്ടുപോയി. അന്ന് രാവിലെ ക്ഷേത്രത്തിലെ നട തുറന്നപ്പോൾ വിഗ്രഹത്തിലെ കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് പൂജാരി കണ്ടു. കരഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇന്ന് എന്റെ മാതാവ് കർമാബായി ലോകം വിട്ടുപോയി. ഇനി എനിക്ക് ആരാണ് എന്റെ ഇഷ്ടപ്പെട്ട കിച്ചടി ഉണ്ടാക്കി തരിക? പൂജാരി ദുഃഖത്തോടെയും വിനയത്തോടെയും പറഞ്ഞു, പ്രഭോ, ഇനി ദിവസവും ക്ഷേത്രത്തിൽ ഞങ്ങൾ ആദ്യം കിച്ചടി നിവേദ്യമായി അങ്ങയ്ക്ക് നൽകും. മാതാവിന്റെ സ്നേഹത്തെ ഞങ്ങൾ എന്നും ഓർമ്മിപ്പിക്കും. അങ്ങനെയാണ് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇന്നും ആദ്യം കിച്ചടി നിവേദ്യം അർപ്പിക്കുന്ന ഈ പാരമ്പര്യം നിലനിൽക്കുന്നത്.